ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, അദ്ദേഹം അർത്ഥശങ്കകൾക്കിടയില്ലാത്ത തരത്തിൽ അങ്ങ് ഉന്നയിച്ച വിമർശനത്തിന്, അങ്ങ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒക്കെ മറുപടി പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചൊരു തുറന്ന ചർച്ചയ്ക്ക് CPM തയ്യാറുണ്ടോ എന്നുള്ളതാണ് ശ്രീ NV ബാലകൃഷ്ണൻ അടക്കം ചോദിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ? ഇത്ര രൂപയാണ് കിട്ടിയത്, ഇന്ന അക്കൗണ്ടിലേക്കാണ് വന്നത്, ഇത്ര രൂപയാണ് ചെലവഴിച്ചത് എന്ന്. ഇതിപ്പോ സർക്കാർ പൈസയല്ലല്ലോ, ഞങ്ങൾക്ക് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് പുറത്തേക്ക് വരേണ്ടതില്ല എന്ന് വേണമെങ്കിൽ പ്രതിരോധിക്കുകയും ആകാം. അല്ല, ശ്രീ ബാലകൃഷ്ണന് എൻ്റെ ക്രെഡൻഷ്യൽ അന്വേഷിച്ച് അലയേണ്ട ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന, എനിക്കും അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഞാൻ എന്നുള്ളത്. ഒന്ന്. മറ്റൊരു കാര്യം, ഈ 2011 മുതൽ, ഇത് 2026 കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലെ ന്യൂസ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഏതാണ്ട് കൃത്യമായി തന്നെ, പതിവായി തന്നെ എന്ന് പറയാം. ഞാൻ ഇന്ന് വരെ CPMൻ്റെ വക്താവാണെന്ന് പറഞ്ഞിട്ടില്ല. CPM എന്നെ അവരുടെ പ്രതിനിധിയായിട്ട് ചാനൽ ചർച്ചകൾ നിയോഗിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒരു ചാനലിലും എൻ്റെ ബയോഡാറ്റ കൊടുത്ത് എന്നെ ചർച്ചയ്ക്ക് വിളിക്കാനായിട്ട് ഞാൻ അപേക്ഷിച്ചിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടോ അവർ വിളിക്കും, മാധു വിളിക്കുന്നത് എന്താണെന്ന് മാധുവിനെ അറിയൂ. വിളിക്കുന്നു, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയും, എൻ്റെ ബോധ്യത്തിൽ നിന്നേ ഞാൻ പറയൂ. കൃത്യതയില്ലാത്ത ഒരു ചാനൽ ചർച്ചയിൽ ഇന്നോളം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞതും ഇപ്പോൾ എന്താണ് കുഞ്ഞികൃഷ്ണൻ പിന്നെ വ്യക്തതയോടെ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു എന്നാണല്ലോ മാധു പറയുന്നത്. ഓക്കെ, എനിക്ക് അതിനകത്ത് താങ്കളുടെ ഇതിനോട് ആർഗ്യുമെൻ്റ് നടത്താൻ ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ അൾട്ടിമേറ്റ് ആകത്തുകയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതാണ്. ഈ വരവിൽ പിന്നെ 70 ലക്ഷം രൂപയുടെ വരവ് സഹകരണ ജീവനക്കാരുടെ, അതിൻ്റെ വരവിൽ പണം വന്നിട്ടുണ്ട്. പക്ഷേ 64 ലക്ഷം രൂപ വന്നിട്ടുള്ളൂ. 6 ലക്ഷം രൂപ 2 സ്ഥാപനങ്ങളിൽ കാണാനുണ്ട്. എന്നാൽ വരവ് ചെലവ് കണക്കിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അക്കൗണ്ടിലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ട് താങ്കൾ തിരുത്തിക്കോളൂ. അക്കൗണ്ടിൽ ആ പണം വന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ പണം വന്നിട്ടില്ല എന്ന ആക്ഷേപം അദ്ദേഹത്തിന് ഇല്ല, ഈ ചർച്ചയിലും ഇല്ല. പിന്നെ ബാക്കി 6 ലക്ഷം രൂപയുടെ പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതങ്ങനെ പോകട്ടെ. അതല്ലാതെ ഞാൻ എന്താണ് ഇതിൻ്റെ അകത്ത് CPMൻ്റെ വക്കീലായിട്ടാണോ ഇവിടെ വാദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബോധ്യത്തിലാണ് ഞാൻ വർത്തമാനം പറയുന്നത്. ആ ബോധ്യം എന്ന് പറയുന്നത് വെറുതെ ആരോടെങ്കിലും പിന്നെ ഈ ഒന്ന് വെറുതെ വർത്തമാനം പറഞ്ഞ് കിട്ടുന്ന വിവരങ്ങൾ വന്ന് ചാനൽ ചർച്ചയിൽ നിന്ന് പറയുന്ന സ്വഭാവം ശീലം എനിക്കില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടേ പറയൂ, അല്ലാത്ത കാര്യങ്ങൾ നിശബ്ദത പാലിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇവിടെയും അതേ ചെയ്തിട്ടുള്ളൂ എന്ന് ബാലകൃഷ്ണനോടും ഈ ചർച്ച കാണുന്നവരോടും ബാക്കി പാനലിസ്റ്റുകളും പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ എം ജയചന്ദ്രൻ, അങ്ങ് പറഞ്ഞതിന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ മറുപടി ഇതാണ്. 2 സഹകരണ സ്ഥാപനങ്ങളിലെ അവിടുത്തെ ജീവനക്കാർ പാർട്ടിക്ക് 1 മാസത്തെ ശമ്പളം കൊടുക്കുകയുണ്ടായി സംഭാവനയായി. അത് 70 ലക്ഷം രൂപ വരും. അത് വരവിലില്ല എന്നാണ്. പാർട്ടി മറ്റിടങ്ങളിൽ നിന്നുകൂടി പിരിവ് നടത്തിയിട്ടുണ്ട്. അതാണ് ഈ 64 ലക്ഷം. 70 - 64 അല്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹമായിരുന്നല്ലോ അതിന്റെ ഓഡിറ്റർ. വരവില്ല, വരവ് ചെലവ് കണക്കിലില്ല എന്നാണേ. ചോദിക്കുന്ന കാര്യം അതല്ലേ. വരവ് ചെലവ് കണക്കിലില്ല, ശരി. അക്കൗണ്ടിലില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ടോ? എന്നുള്ളതല്ലേ പരാതി. അല്ല, അതാണല്ലോ ചർച്ച ചെയ്തത്. അത് അങ്ങനെ തന്നെ പറയാതെ അത് വ്യക്തമായിട്ട് അക്കൗണ്ടിൽ ആ പൈസയുണ്ട്, വരവ് ചെലവ് കണക്കിൽ അതില്ല, മാത്രം ചർച്ച ചെയ്യൂ. കയ്യിൽ പൈസ കിട്ടി, അക്കൗണ്ടിൽ പൈസ വന്നു, പക്ഷെ അതിന്റെ കേട്ടണമെങ്കിൽ ഇതല്ലേ ഉള്ളൂ മാർഗം. നോക്കൂ, ഈ കണക്ക് അവതരിപ്പിക്കാനുള്ള ബാധ്യത ആർക്കായിരുന്നു? ഭാഷയിൽ മറുപടി പറയുന്നില്ല. നോക്കൂ, നമുക്ക് പണം വന്നിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്. പക്ഷെ ആ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഈ വരവില്ല എന്നുള്ളിടത്തല്ലേ ആ പ്രശ്നം വരുന്നത്. അപ്പോഴല്ലേ അട്ടിമറി എന്ന് പറയുക. അക്കൗണ്ടിലുണ്ടോ ഞാൻ ചോദിക്കുന്നത്. ആ പണം അക്കൗണ്ടിൽ പറയാൻ കഴിയുമോ? എന്റെ കണക്ക് വേണ്ടാന്ന് അക്കൗണ്ടിലുണ്ട്, അതിന് കണക്കില്ല എന്നുള്ളതല്ലേ അദ്ദേഹത്തിന്റെ ആരോപണം. പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞല്ലോ. അതൊക്കെ അല്ല, പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞല്ലോ. പാർട്ടി സെക്രട്ടറി ഒരു പൈസയും പോയിട്ടില്ല എന്ന് മനസ്സിലായില്ല. അതെന്താണെന്നേ. അല്ല, പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞ എന്താണെന്നുള്ളത് കിടപ്പുണ്ടല്ലോ, ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. ആർക്കും അത് നോക്കാമല്ലോ. CPM.org നോക്കിയാൽ പിന്നെ അതിപ്പോഴും കാണാം, ആർക്കും കാണാം എന്താണ് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞതെന്നുള്ളത്. ജയേന്ദ്ര സഖാവെ മനസ്സിലാവാത്തോണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് സെക്രട്ടറി പറഞ്ഞത്?
അല്ല എനിക്കത് മനസ്സിലാവാഴിയൊന്നും ഇല്ലെന്നേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാനും വർത്തമാനം പറയാനും പറ്റൂ. എൻ്റെ നില അതല്ല, അതേ ഉള്ളൂ കാര്യം. ഗോവിന്ദ മാഷ് ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുമ്പിലുള്ള വസ്തുതകളാണ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അല്ല, എനിക്ക് താല്പര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഞാനൊരു താല്പര്യത്തിന് വേണ്ടി ആരുടെ പിന്നാലെ പോയിട്ടില്ലെന്നുള്ള താങ്കൾക്ക് അന്വേഷിച്ച് അറിയുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു കാര്യങ്ങൾക്ക് ഞാൻ ഒരാളുടെ പറയും ഇന്നേ വരെ പോയിട്ടില്ല, നാളെ പോകാനും ഉദ്ദേശിക്കുന്നില്ല. ശരി.